മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 32 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും താങ്കളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് നന്മ ചെയ്യുന്നവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ എന്തു മേന്മയാണുള്ളത്? പാപികളും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് വായ്പ കൊടുക്കുന്നതിൽ എന്തു മേന്മയാണുള്ളത്? കൊടുത്തെടുത്തോളം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ പാപികൾക്ക് വായ്പ കൊടുക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയും വായ്പ കൊടുക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾ അത്യുന്നതൻ്റെ പുത്രന്മാരായിരിക്കുകയും ചെയ്യും. കാരണം അവിടുന്ന് നന്ദിഹീനരോടും ദുഷ്ടരോടും കരുണ കാണിക്കുന്നു. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കുവിൻ. അന്യരെ വിധിക്കരുത്, നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. കൊടുക്കുവിൻ, നിങ്ങൾക്കും കിട്ടും. അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ടു തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നമ്മുടെ കർത്താവായ യേശു മിശിഹായിക്ക് സ്തുതി. ഇന്നത്തെ വിശുദ്ധ മർക്കോസ് ലീഹ എഴുതിയ പരിശുദ്ധ സുവിശേഷം ആരെയും വിധിക്കരുത്. സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഒന്നും ചെയ്യരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ സ്വർഗസ്ഥനായ പിതാവിൻ്റെ അടുത്ത് നമുക്ക് ഒരു സ്ഥാനവും ഉണ്ടാകുകയില്ല. കൊടുക്കുമ്പോൾ അമർത്തി കുലുക്കി കൊടുക്കുകയും ഇടത്ത് കൈ കൊടുക്കുന്നത് ഇടത്ത് കൈ പോലും അറിയരുതെന്ന ചൊല്ലുണ്ട്. നന്മ ചെയ്യുവിൻ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, മറ്റുള്ളവർ പറയുന്ന നിങ്ങൾ ചെവി കൊടുക്കരുത്. നിങ്ങൾ നന്മ ചെയ്യുവിൻ. നന്മ കൊണ്ട് മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കുക. ആരും എന്തും പറഞ്ഞുകൊള്ളട്ടെ. ഈശോയുടെ സ്നേഹം അതിരില്ലാത്ത സ്നേഹം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 37-38 തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു: അന്യരെ വിധിക്കരുത്. നമ്മുടെ കണ്ണിലെ കരട് വലിയൊരു തടിക്കഷ്ണം പോലെ കിടക്കുന്നു. അത് കാണാതെ നാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നു. അന്യരെ വിധിക്കരുത്. നിങ്ങൾ വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടില്ല. നമുക്ക് ധാരാളം കുറ്റങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കാണാതെ നാം മറ്റുള്ളവരെ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നത് വലിയ പാപമാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിഞ്ഞുനോട്ടം തന്നെയാണ്. ഈ നോമ്പുകാലത്ത് നാം നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ്. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുക. ഞാൻ ആരാണ്? ഞാൻ ആരെയാണ് വിധിക്കുന്നത്? എനിക്ക് എന്ത് മഹിമയാണുള്ളത്? ഞാൻ ആരെയും വിധിക്കാനോ വിധിക്കപ്പെടുവാനോ ഞാൻ യോഗ്യനല്ല. നാം മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ഹൃദയമുണ്ടെങ്കിൽ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിൻ്റെ അടുത്ത് നമുക്ക് വലിയ സ്ഥാനവും ഉണ്ടാകും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുവാൻ ഇടയാകട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.